Question number 21. Given below is a plot of the molar conductivity versus concentration of KCl solution. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. രണ്ട് ഡിഫറെന്റ് സ്ക്വയർ റൂട്ട് ഓഫ് സിയുടെ വാല്യൂസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ എം വാല്യൂസ് ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. If for the higher concentration of KCl solution the resistance of the conductivity cell is 100, higher concentration 100 ആണെങ്കിൽ, അപ്പൊ ഈ ചോദ്യം എടുത്തിരിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, സോ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് KCl എന്ന് പറയുമ്പോൾ 0.015 കറസ്പോണ്ടിങ് ആയ റെസിസ്റ്റൻസ് ആണ് 100 ഓം. Then the resistance of the same cell with the dilute solution is X ohm. അപ്പോൾ 0.1 കോൺസെൻട്രേഷൻ ഉള്ള സമയത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യത്തിന് ആൻസറിലേക്ക് എത്തുക? നോക്കാം. നമുക്കറിയാവുന്ന റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് നമ്മൾ പറയുവാണെങ്കിൽ ശ്രദ്ധിക്കുക മക്കളെ. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനെ ഹയർ കോൺസെൻട്രേഷനും ലോവർ കോൺസെൻട്രേഷനും അല്ലെ, അതായത് ഈ ഹയർ കോൺസെൻട്രേഷനെ അഥവാ കോൺസെൻട്രേറ്റ് സി ആയിട്ടും ഈ സിറ്റുവേഷനെ 0.15 സിറ്റുവേഷനെ സി ആയിട്ടും, ഓക്കെ, ഇതിനെ ഡി ആയിട്ടും അല്ലെങ്കിൽ 1 and 2 ആയിട്ട് എടുക്കാം നമുക്ക്. ദിസ് ഇസ് സിറ്റുവേഷൻ 1, ദിസ് ഇസ് സിറ്റുവേഷൻ 2. ഓക്കെ, സോ മക്കളെ നമുക്ക് അറിയാവുന്ന കാര്യം കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റൻസും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? K1/K2 is equal to R2/R1 അല്ലെ? K1/K2 is equal to R2/R1. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1000 into kappa/c ആണ്. ലാംഡ എം ഇൻറ്റു സി എന്ന് പറയുന്നത് 1000 into kappa അല്ലേ? അതായത് ലാംഡ എം സി ഇസ് പ്രൊപ്പോർഷണൽ ടു കാപ്പ എന്ന് പറഞ്ഞൂടെ? അതായത് ലാംഡ എം, ഈ ലാംഡ എമ്മിനെ ലാംഡ എന്ന് മാത്രം എഴുതാനുള്ള സൗകര്യത്തിന് ലാംഡ എന്ന് മാത്രം എഴുതുവാണേ. ലാംഡ 1 C1 ബൈ ലാംഡ 2 C2 എന്ന് പറയുന്നത് K1/K2 എന്ന് എടുത്തൂടെ? ഇതല്ലേടാ മക്കളെ R2/R1 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ കിടക്കുന്ന K1/K2 ഒഴിവാക്കി നമുക്കിത് ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തൂടെ? ഇവരെ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്തായി? ലാംഡ 1 C1 by lambda 2 C2 is equal to R2/R1. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ലാംഡ 1 എന്ന് പറയുന്നത് എത്രയാടാ മക്കളെ? നോക്കൂ, കണ്ടോ നിങ്ങൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് ഫസ്റ്റ് സിറ്റുവേഷൻ, അതായത് ഹൈ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ സിറ്റുവേഷൻ 1 എന്ന് എടുത്തിരിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ലാംഡയാണ് ലാംഡ എം 1 അല്ലെങ്കിൽ ലാംഡ 1. റെഡി അല്ലേ? ഇതാണ് സെക്കൻഡ് സിറ്റുവേഷൻ. അപ്പൊ ഇതാണ് ലാംഡ 2. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ? ലാംഡ 1 is 100 into C1. ഈ തന്നിരിക്കുന്നത് റൂട്ട് സി ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് സി ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ സ്ക്വയർ ചെയ്യണം. അപ്പൊ 0.15 into 0.15 സ്ക്വയർ ചെയ്തു. റെഡി അല്ലേ? ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ സ്ക്വയർ എന്ന് എഴുതിയാലും മതി, എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 0.15 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ 2 എത്രയാടാ? 150 ഇൻറ്റു മക്കളെ C2 എന്ന് പറയുന്നത് ഇത് റൂട്ട് സി അല്ലേ? അപ്പൊ അതിനെ കോൺസെൻട്രേഷൻ ആക്കണമെങ്കിൽ 0.1 സ്ക്വയർ ഈസ് ഈക്വൽ ടു R2 ആണ് നമ്മൾ കാണേണ്ടത്. R1 എത്രയാ? 100. R1 100. Therefore R2 is equal to 100 into 0.15 എന്ന് പറയുന്നത് 0.15 സ്ക്വയർ എന്ന് പറയുന്നത് 0.15 into 0.15 ഒരു 100 ഇവിടെ നിന്ന് വരും, ഡിവൈഡഡ് ബൈ 150 into 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁻². ശരിയല്ലേടാ മക്കളെ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ വരിക? നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് പോകുകയാണേ. സോ R2 is equal to 100 into 0.15 is 150 into 150 by 150 into 10⁻⁻² അല്ലെ? 150 150 ക്യാൻസൽ ആകുന്നു. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 150. ശരിയല്ലേ പറഞ്ഞത്?
150, അയ്യോ 150 ആവില്ല അല്ലടാ മക്കളെ, 150 ആവില്ല, അല്ല 15 അല്ലേ വരുള്ളൂ, 15 വരുള്ളൂ ഇവിടെ. 100 into 0.15 അല്ലേ, 1.5 അല്ലല്ലോ 15. അപ്പൊ 15 into 15 by 150 into 10 raised to minus 5 2 ഞാനൊരു കാര്യം ചെയ്യാം, 15 into 10 raised to minus 1. അപ്പൊ 15 ഉം 15 ഉം ക്യാൻസൽ ആകുന്നു. That is 15 by 10 raised to minus 1 is 15 into 10. That is 150 എന്ന ആൻസർ കിട്ടും. 150 ohm. So your answer is 150 ohm. 150 ആണ് ആൻസർ വരിക. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യമായിരുന്നു, പക്ഷെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല ചോദ്യത്തിന്. ഓക്കെ.